അയ്യോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഗ്രീൻ സ്ക്രീൻ? ഇത് നമ്മൾ സ്റ്റുഡൻസ് അല്ലേ കാണുള്ളൂ കൺകറന്റ് വ്യൂസ് പറയുമ്പോൾ? ആ ഓക്കെ. എഡിറ്റ് ചെയ്യാം. ചെറുടയിലുണ്ട്. ഒരു 10 സെക്കൻഡ് കയ്യിലുണ്ടല്ലേ? ഹലോ. പത്ത് സെക്കൻഡില്ല. ഹലോ, ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടുണ്ട്, അതിൽ കയറാൻ പറയും. साथ के लिए है मैं तुम. അങ്ങനെ സൗണ്ട് കൂടുതല. മൈക്രോസോഫ്റ്റ് കേൾക്കണോ? അപ്പോൾ ഏതായാലും ഓഫാക്കിയാൽ മതി. साथ के लिए है मैं एक दिलशारी है SSD.
അതൊന്നുകൂടി വാങ്ങാൻ നിൽക്കി പിന്നെ വേണ്ട വെച്ച്. Hi, hello. So we're going to take the chapter Living World, chapter 1 biology, Living World. ഞാൻ ഇവിടെ നിന്നല്ലേ പറയാം. Good morning, one and all. So today we are gonna start our course with the first chapter, Living World, biology section 1. സബ്സ്ക്രിപ്ഷൻ എല്ലാവർക്കും കയറാം, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഏ പത്ത് പേരല്ലോ. എന്നാൽ ലൈറ്റ് സെറ്റപ്പ് ആക്കിയിരുന്നു, കറക്റ്റ് ആയിരുന്നു ലൈറ്റ്. ലൈറ്റ് ഫുൾ സെറ്റ് ആക്കി ഇന്നലെ. ഡീല നോക്കി കമൻറ്റ് വായിക്കാൻ നോക്കേണ്ടി വരും. പക്ഷെ കുറച്ച് കുറഞ്ഞു തോന്നുന്നു. എങ്ങനെ മനസ്സിലാവുക? ആ ഓക്കെ, പറഞ്ഞാൽ മതി.
സ്റ്റുഡൻസ് കയറി തുടങ്ങിയിട്ട് തോന്നുന്നു. Yes, I guess we'll be starting soon, okay? Let all of them join the league. എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോട്ടെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.
സെറ്റായില്ല. നാല് പേര് സ്റ്റാർട്ട് ചെയ്യല്ലേ? റെക്കോർഡിംഗ് ആണോ? ഓക്കെ. So hi, good morning students. Today we are going to start our first day. Okay, start first day in our NEET crash course program. So നമുക്ക് ഇപ്പോൾ ഓൾറെഡി 4 പേര് ഓൾമോസ്റ്റ് കുട്ടികളെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വി ആർ ഗോണ സ്റ്റാർട്ട്. സോ ഓൺ ടു അവർ ഫസ്റ്റ് ചാപ്റ്റർ, യൂണിറ്റ് 1, ഡൈവേഴ്സിറ്റി ലിവിംഗ് വേൾഡ്. അവർ ഫസ്റ്റ് ചാപ്റ്റർ ഇസ് ദ ലിവിംഗ് വേൾഡ്. ഓക്കെ, സോ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അറിയാം, ഓൾമോസ്റ്റ് യു ഹാവ് കംപ്ലീറ്റഡ് ദിസ് പോർഷൻ റൈറ്റ്. നമ്മൾ +1 പഠിച്ചപ്പോൾ ഈ പാഠങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ലിവിംഗ് വേൾഡ് നമുക്കറിയാം, ഇറ്റ്സ് എ വെരി ഈസി ചാപ്റ്റർ. ഇറ്റ്സ് ദ ബേസ് തിങ്. ഓക്കെ, വാട്ട്സ് എ ലിവിംഗ് വേൾഡ്? ഒരു ലിവിംഗ് വേൾഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എന്തൊക്കെയാണ്? ലൈക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് ഹൗ വണ്ടർഫുൾ ഇസ് ദ ലിവിംഗ് വേൾഡ്. അല്ലേ, ഒരു കഥ പോലെയാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അല്ലേ, ലിവിംഗ് വേൾഡ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ചാപ്റ്റർ ടു വിത്ത് ഈസി കൺസെപ്റ്റ്സ്. ആൻഡ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ടോ ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ഫ്രീക്വൻറ്റ്, ബട്ട് ഇറ്റ് വിൽ ബി ആസ്ക്ഡ് ലൈക്ക് in like 0, 1, 2. ഇതാണ് അതിൻ്റെ മെയിൻ ഫ്രീക്വൻസി വരുന്നത്. ലൈക്ക് ദ മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ടു ക്വസ്റ്റ്യൻസ് പെർ ഇയർ. ഓക്കെ, അതിന് അപ്പുറം ചോദിച്ചിട്ടില്ല. സോ ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. ബട്ട് ഈ 2 ക്വസ്റ്റ്യൻസ് എവിടുന്ന് ചോദിക്കണമെന്ന് അവർ തീരുമാനിക്കും. ദ നീറ്റ് NTA തീരുമാനിക്കും. സോ വി കാൺ ടേക്ക് എനി റിസ്ക്. വി ഷുഡ് സ്റ്റഡി ഫ്രം ദ ബിഗിനിങ്. ഓക്കെ, സോ ഇവിടെ എന്താ വെച്ചാൽ വി ഡോണ്ട് നീഡ് ടു റീഡ് ദ ഹോൾ ചാപ്റ്റർ. എല്ലാ പോർഷൻസും എല്ലാ വരിയും നമുക്ക് വായിച്ചു നോക്കേണ്ട കാര്യമില്ല. വി ജസ്റ്റ് നീഡ് ദോസ് കീ പോയിന്റ്സ്. ഓക്കെ, ഇന്നലെ ഇതിൻ്റെ ഒരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, വാട്ട് യു ഹാവ് ടു ലേൺ ഇൻ ദ ബയോളജി സെക്ഷൻ ഇൻ ദ ലിവിംഗ് വേൾഡ്. ഓക്കെ, ഞാൻ ഇന്നലെ ഇതിൻ്റെ എല്ലാ ഇമ്പോർട്ടൻസും ഐ തിങ്ക് യു ഓൾ ആർ ഓറിയൻറ്റഡ്. ഓക്കെ, ബിക്കോസ് ഓഫ് ദ യെസ്റ്റർഡേയ്സ് ഓറിയൻറ്റേഷൻ ക്ലാസ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ബയോളജി എങ്ങനെ വായിക്കണം, എത്രത്തോളം വായിക്കണം എന്നെല്ലാം നിങ്ങൾക്കറിയാം. ഓക്കെ, നമുക്കിവിടെ കുറച്ച് ലാഗ് വന്നിട്ടുണ്ട് ക്ലാസ് തുടങ്ങാൻ വേണ്ടി. ബട്ട് ഡോണ്ട് വറി, വിൽ ക്യാച്ച് അപ്പ് ഇറ്റ്. ഓക്കെ, സോ ഓൺ ടു ദ ഫസ്റ്റ് ചാപ്റ്റർ, ലിവിംഗ് വേൾഡ്. സോ വാട്ട് ഈസ് ദ ലിവിംഗ് വേൾഡ്? ഓക്കെ, ജസ്റ്റ് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. The world we living, the world where life persists, that's we call living world. Okay, so the diversity living world. The first thing you had to see is that here the number of species. ഞങ്ങൾ ലൈക്ക് കീ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, ദ കീ പോയിന്റ്സ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ബാക്കി വി ഹാവ് ടു വി ഹാവ് ടു കംപ്ലീറ്റ് ദ ഹോൾ ബയോളജി പോർഷൻ വിതിൻ ദിസ് 1 month റൈറ്റ്. ഇതെല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായി നമുക്ക് പഠിക്കും വേണം. ഓക്കെ, സോ ഇൻ ദാറ്റ് മാനർ യു ഹാവ് ടു ജസ്റ്റ് ഫോളോ മീ വാട്ട് ഐ എം ഗോണ സേ. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ്, the number of species that are known and described range between 1.7 to 1.8 million. Okay, this figure is important, 1.7 to 1.8 million. This refers to biodiversity or the number and type of organism present on earth. So what is biodiversity? Actually ഇതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ലൈൻ ലൈക്ക് NCERT ഒരുപാട് സെൻറ്റൻസ് ഉണ്ട് അല്ലേ, ദർ ആർ ലോട്ട് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ലൈൻസ് ആൻഡ് പോയിന്റ്സ് ദർ. സോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് ഫ്രെയിം ഔട്ട് ദ ക്വസ്റ്റ്യൻ. ലൈക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, refers to biodiversity or the number and type of organism present on earth. ഇതിൽ നമുക്ക് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ലൈക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ബയോഡൈവേഴ്സിറ്റി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ക്യാൻ സേ ദീസ് ആർ ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസം. അവിടെ 2 പോയിന്റ് കിട്ടി. ബയോഡൈവേഴ്സിറ്റി കാലത്ത് നമ്മൾ പറയേണ്ട 2 പോയിന്റ് എന്താ? നമ്പർ ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെ ആയിരിക്കും? നമ്പർ ആൻഡ് ടൈപ്പ് ആയിരിക്കും ഒരു ഓപ്ഷൻ. മറ്റേത് നമ്പർ ആൻഡ് ടൈപ്സ് വരും. മറ്റേത് എന്ത് വരും? ലൈക്ക് ടൈപ്പ് ആൻഡ് ലൈക്ക് ദ സൈസ് എന്ന് വരും. അല്ലെങ്കിൽ ലൈക്ക് ദ നമ്പർ ആൻഡ് പോപ്പുലേഷൻ സൈസ്, അങ്ങനെ എന്തെങ്കിലും വരാം. സോ വാട്ട് വി ഹാവ് ടു ചൂസ്? വി ഹാവ് ടു ചൂസ് ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസം. സോ നമ്മളെ ബ്രെയിൻ നമ്മൾ ഫീഡ് ചെയ്ത് വെക്കുക. ലൈക്ക് ബയോഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസം. ഓക്കെ, ദാറ്റ്സ് ഹൗ യു ഗോണ ലേൺ ബയോളജി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് ഓർമ്മ നിൽക്കുള്ളൂ. ബിക്കോസ് വി ഗോണ ലേൺ സോ മച്ച് ഓഫ് പോർഷൻ ഹിയർ വിതിൻ ദിസ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ലാസ്റ്റ് ഓർമ്മ നിൽക്കുകയുള്ളൂ. ഓക്കെ, സോ യു ഹാവ് ടു ഡു അക്കോർഡിംഗ്ലി. So biodiversity is the number and type of organism present on earth. So next നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, what is the nomenclature? What is nomenclature? Nomenclature in simple words, what is nomenclature? Just naming. നെയിമിങ്ങിൻ്റെ ഒരു ടെക്നിക്കൽ ടേമാണ് nomenclature.
Okay, so why nomenclature? Why do we need to nomenclature? Why do we need to name other organism? Because there's a need to standardize the naming of living organism. Here, there's a need to standardize the naming of living organism such that a particular organism is known by the same name all over the world. So nomenclature importance എന്താ? Nomenclature is necessary because we know നമുക്ക് ഒരുപാട് organisms ഉണ്ട് നമ്മുടെ വേൾഡിനകത്ത്. ഈ organisms എല്ലാം there should be a necessity like this same organism should be known by the same name in different parts of the world. നമുക്കറിയാം, നമുക്ക് ലൈക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ അറിയാം, ഒരു ആന നമ്മൾ എലിഫൻറ്റ് അല്ലെങ്കിൽ ഹാത്തി അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ സിമ്പിൾ ആന അല്ലെങ്കിൽ ഒരുപാട് ലൈക്ക് ഓരോ ഭാഷ അനുസരിച്ച് ഓരോ റീജിയൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈക്ക് ദ നെയിംസ് ആർ ചേഞ്ചിങ്, റൈറ്റ്? സോ വി നീഡ് എ സ്റ്റാൻഡർഡൈസ്ഡ് നെയിം, സ്റ്റാൻഡർഡൈസ്ഡ് നോമൻക്ലേച്ചർ ഫോർ എ പെർട്ടിക്കുലർ ഓർഗാനിസം. Okay, so that's what we call nomenclature. That's what the importance of nomenclature. So ivruthe question endu varam, what is the importance of nomenclature? So the importance is that there's a need to standardize the naming of living organism such that a particular organism is known by the same name all over the world. Okay, so that's what we call the nomenclature. Okay, I hope you're clear about the point. What's nomenclature? Okay, nomenclature, we have to need to standardize the naming of living organism such that a particular organism should be known by the same name or in all parts of the world. Okay, നമ്മൾ ഇവിടെ തന്നെ പഠിക്കുക, ഇവിടെ തന്നെ ക്ലാസ് കേട്ടുകൊണ്ടേ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. സോ യു നോ ദ അനദർ ആസ്പെക്ട് ഇസ് ദാറ്റ് നമ്മൾ ക്ലാസ് കേൾക്കുന്നില്ലേ, ഈ ക്ലാസ് കേൾക്കുന്നതിൽ ലൈക്ക് ഇപ്പോൾ ഒരു 100% നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾ മൈൻഡിൽ ഫീഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. നൗ ഇതെന്ത് ചെയ്യുന്നു, ദർ ഈസ് എ പ്രോസസ് കോൾ അട്രീഷ്യ. ഓക്കെ, അല്ലെങ്കിൽ ഒരു അട്രോഫി പോലെ സംഭവിക്കും. അതായത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലെവൽ, നമ്മൾ ഓർത്തിരിക്കുന്ന ലെവൽ ഉണ്ടല്ലോ, ആ ലെവൽ കുറഞ്ഞുകൊണ്ടേ വരും ദിവസങ്ങൾ പോകുന്നതനുസരിച്ച്. സോ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു റിവൈസ് മോർ ഓഫ് ദം. ഓക്കെ, ഇന്ന് ഈ ക്ലാസ് ലൈക്ക് ഐ എം നോട്ട് ഗോൺ ടേക്ക് ദ ഫുൾ ഡേ, ബട്ട് ഞാൻ ഒരുപാട് നേരം എടുക്കും. ആൻഡ് ദാറ്റ് പോർഷൻ യു ഹാവ് ടു റീഡ് ടുഡേ ഇറ്റ്സെൽഫ്, ടുനൈറ്റ് ഇറ്റ്സെൽഫ്. ഇന്ന് തന്നെ നോക്കണം, ഇന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ദാറ്റ്സ് ദ പ്രൈമറി തിങ് യു ഹാവ് ടു ഡു. അങ്ങനെ ആകുമ്പോൾ ആ 100% എത്ര കുറഞ്ഞാലും നമുക്ക് ആ മറ്റേ ഫീഡ് ചെയ്ത ലെവൽ അവിടെ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഒരു പരിചയം മാത്രമേ ഉള്ളൂ. വി ആർ ജസ്റ്റ് ലേണിംഗ് ലൈക്ക് ഓഡിറ്ററി ആൻഡ് വിഷ്വലി, നമ്മൾ അത് മാത്രമേ കേൾക്കുന്നുള്ളൂ. നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഒറേറ്ററി. അതായത് നിങ്ങൾ ഇത് ക്ലാസ്സിന് ശേഷം ഇതൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, വായിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ ഫീഡിങ് കിട്ടുക. ആൻഡ് ദാറ്റ്സ് ദ 100% ടീച്ചിങ് പ്രോസസ്. ഓക്കെ, സോ നമ്മൾ നോമൻക്ലേച്ചർ പറഞ്ഞു. നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഐഡൻറ്റിഫിക്കേഷൻ. Identification, it's a simple term, right? So the same thing. Obviously, nomenclature or naming is only possible when the organism is described correctly, and yet to know what organism name is to. It is the identification. Identification വെച്ചാൽ in simple terms മലയാളത്തിൽ പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആനിമലിനെ കണ്ടാൽ അത് ഇന്നർ ആനിമലാണ്. ഹൗ ക്യാൻ യു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ആനിമൽസ്? ദാറ്റ് ഡിസ്റ്റിംഗ്വിഷിംഗ് ക്രൈറ്റീരിയ, യു നോ, ദാറ്റ്സ് വാട്ട് വി കോൾ ആൻ ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, ഐഡൻറ്റിഫൈയിങ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ഓർഗാനിസംസ്, ദാറ്റ് പ്രോപ്പർട്ടി ഇസ് കോൾഡ് ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, സോ ഓൺ ടു നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ സയൻറ്റിഫിക് നെയിംസിനെ പറ്റി പറഞ്ഞു അല്ലേ, നോമൻക്ലേച്ചറിനകത്ത് സയൻറ്റിഫിക് നെയിമിങ്സിനെ പറ്റി പറഞ്ഞു. ഈ സയൻറ്റിഫിക് നെയിംസ് എല്ലാം കൊടുക്കുന്നത് ആരാ? ദർ ആർ ടു തിങ്സ്. ഓക്കെ, ബൊട്ടാനിക്കൽ, ലൈക്ക് വി നോ പ്ലാന്റ്സിന് വേറെ നെയിമിംഗ് ആണ്, ആനിമൽസിന് വേറെ നെയിമിംഗ് ആണ് അല്ലേ. സോ പ്ലാന്റ്സിന് നെയിം ചെയ്യുന്നത് ആര്? ICBN. ഹിയർ ഇറ്റ്സ് ഗിവൺ ICBN. ICBN ഫുൾ ഫോം, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സോറി, ഹിയർ ICBN ഫുൾ ഫോം അതുപോലെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഹിയർ ലുക്ക് അറ്റ് ദിസ്, ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. International Code for Botanical Nomenclature names the botanical, that means plants. പ്ലാന്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നോമൻക്ലേച്ചർ ചെയ്യുന്നു. അതിന് സഹായിക്കുന്ന ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു മെയിൻ കോഡ് അല്ലെങ്കിൽ ഒരു മെയിൻ ബോഡിയാണ് എന്ത്? ICBN, International Code for Botanical Nomenclature. I'm just emphasizing this term here. 4. ഈ 4 എന്ന ടേം നോക്കിച്ചോളൂ. 4 ബോട്ടണി FB, ഈ ടേം നോക്കിച്ചോളൂ. I'll say why is it. അടുത്ത ഞാൻ പറഞ്ഞു ഇത് ബൊട്ടാനിക്കലാണ്. ഇനി അടുത്ത് സുവോളജിക്കൽ നോമൻക്ലേച്ചർ നമ്മൾ എന്താ യൂസ് ചെയ്യുന്ന നോക്കാം. സുവോളജിക്കൽ നോമൻക്ലേച്ചർ ICZN, International Code of Zoological Nomenclature. Here another thing, of. Okay, of zoology. ഇത് രണ്ടും എൻട്രൻസുകാർ സ്ഥിരമായി ചോദിക്കുന്ന ഒരു സംഭവങ്ങളാണ്. ഓക്കെ, ഇൻ്റർനാഷണൽ ICBN ഫുൾ ഫോം എന്താ ചോദിക്കും? ഓപ്ഷൻസ് ഉണ്ടാവും. ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ ഉണ്ടാവും, ഫോർ ബൊട്ടാനിക്കൽ ഉണ്ടാവും, ലൈക്ക് വിത്ത്
ടു അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. സോ വാട്ട് വി ഹാവ് ടു ചൂസ് അങ്ങനെ അവിടെയാണ് നമ്മൾ കോഡ്സ് യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ഞാൻ FB ഫേസ്ബുക്ക് FB അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓർമ്മ വരും ഇറ്റ് ഈസ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ഇനി മറക്കുമോ? ഇല്ല. ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ഓക്കെ, FB. നെക്സ്റ്റ് ലൈക്ക് സുവോളജിക്കൽ അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റുന്നു? ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജി. ഓക്കെ, OZ ഹിയർ, OZ ഓഫ് സുവോളജി. ഫോർ ബോട്ടണി ഓഫ് സുവോളജി. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ദീസ് ആർ ദ ലൈക്ക് കീ പോയിന്റ്സ്. ഇവിടെയാണ് ലൈക്ക് ഈ നീറ്റിൻ്റെ അല്ലെങ്കിൽ NTA നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ പിടിക്കുന്ന സ്ഥലങ്ങൾ ഇതെല്ലാമാണ്. ഇറ്റ്സ് എ വെരി ഈസി തിങ്. ICBൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റും, ബട്ട് കൺഫ്യൂഷൻ വരാം. ഓഫ് ബോട്ടണി ആണോ ഫോർ ബോട്ടണി ആണോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കണം, ഇറ്റ്സ് FB. ദാറ്റ് മീൻസ് ഫോർ ബോട്ടണി. ഓക്കെ, ഫോർ ബോട്ടണി ആൻഡ് ഓഫ് സുവോളജി. സോ ഈ രണ്ട് കോഡ്സ് ഓർ ഈ രണ്ട് ബോഡീസാണ് ഈ നോമൻക്ലേച്ചറിനെ ലൈക്ക് റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബോട്ടണി ആൻഡ് ഓഫ് സുവോളജി. നെക്സ്റ്റ് വൺ. സോ scientific names ensure that each organism has only one name, and description of any organism should enable the people to arrive at the same name. Okay, so next one, they also ensure that such a name has not been used for any other organism. അപ്പോൾ നോമൻക്ലേച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലൈക്ക് ദിസ് ഓർഗാനിസം, ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം, ദിസ് പെർട്ടിക്കുലർ ഓർഗാനിസം ഷുഡ് ബി നോൺ ബൈ ദ സെയിം നെയിം ഇൻ ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ്. ഓക്കെ, ലൈക്ക് ഇപ്പോൾ നമ്മളൊരു അറബിയെ കണ്ടു, ഒരു അറബിക് സയൻറ്റിസ്റ്റിനെ, ഒരു അറബിക് സോളജിസ്റ്റിനെ കണ്ടു. അറബിക് സോളജിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ ഒരു ആനിമലിൻ്റെ നെയിം പറഞ്ഞു. ഓക്കെ, ലൈക്ക് ഫെലിസ് ഡൊമസ്റ്റിക്ക എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് പൂച്ചയാണ്, അല്ലെങ്കിൽ അത് ഇന്നൊരു ഓർഗാനിസം ആണ് എന്ന് ആ അറബിക്ക് മനസ്സിലാകും. ഒരു സ്പാനിഷ് ആയ ഒരാളോട് പറഞ്ഞു, അയാൾക്ക് മനസ്സിലാക്കും. സോ ദാറ്റ്സ് ദ തിങ്. Every single person should know that this particular organism is being mentioned out there. ഓക്കെ, അതാണ് ഇവിടെ നോമൻക്ലേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. സോ ദാറ്റ്സ് ദ തിങ്. ഇനി ഞാൻ പറഞ്ഞു, ഇത്ര നേരം പറഞ്ഞു നോമൻക്ലേച്ചർ എന്നെല്ലാം കുറേ പറഞ്ഞു. ഇനി എങ്ങനെയാണ്, വാട്ട്സ് ദ മെയിൻ ബേസിസ്, ഹൗ വിൽ ദിസ് നെയിം ലുക്ക് ലൈക്ക്? Okay, so let's look at that. Biologists follow universally accepted principle to provide scientific names to known organisms. Each name has two components, the generic name and the specific epithet. Name, epithet, they are like synonyms. Okay, നമ്മൾ നെയിം ആൻഡ് എപ്പിത്തറ്റ് ഇതിന് നമ്മൾ സിനോണിംസായി യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ജനറിക് എപ്പിത്തറ്റ് എന്നും സ്പെസിഫിക് എപ്പിത്തറ്റ് എന്നും പറയാറുണ്ട്. അതുപോലെ ജനറിക് നെയിം എന്നും സ്പെസിഫിക് നെയിം എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ ദ തിങ് ഇസ് ദാറ്റ് നമ്മൾ ജനറിക് നെയിം ഉണ്ട് ആൻഡ് സ്പെസിഫിക് നെയിം ഉണ്ട്. സോ രണ്ടെണ്ണം ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഫെലിസ് ഡൊമസ്റ്റിക്ക. അതുപോലെ ജനറിക് നെയിം, സ്പെസിഫിക് എപ്പിത്തറ്റ് വുഡ് ബി ദർ. So this is what we call രണ്ടെണ്ണമല്ലേ. So what we call that's binomial nomenclature. So this is called the binomial nomenclature. Binomial nomenclature എന്ത്? It is proposed by Carolus Linnaeus. നമ്മുടെ താരമാണ് അയാൾ, Carolus Linnaeus. Here look at this. Carolus Linnaeus proposed the binomial nomenclature. Okay, these are very important points. Who proposed the binomial nomenclature? That means Carolus Linnaeus. Okay, Carolus Linnaeus. And other thing, what did Carolus Linnaeus propose? Binomial nomenclature. തിരിച്ചു മറിച്ചു എല്ലാം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. വാട്ട് ആർ ദ പ്രോബബിൾ ക്വസ്റ്റ്യൻസ് കുഡ് ബി ആസ്ക്ഡ് ഫ്രം ഹിയർ? ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ദ കറക്റ്റ് വേ കിട്ടും. സോ Linnaeus proposed the binomial nomenclature. That means binomial രണ്ട് പേരുണ്ട്, binomial രണ്ട് പേര്, generic name and specific name. Okay, generic epithet or the specific epithet. So ഇതിനെ പറ്റി നമ്മൾ കൂടുതൽ അറിയാം. Let us take the example of mango. Okay, നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസ് എടുത്തു ഫസ്റ്റ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദ സയൻറ്റിഫിക് നെയിം ഓഫ് മാംഗോ ഇസ് Mangifera indica. Let us see how the binomial name. Mangifera represents the genus, while indica represents the species. ഓക്കെ, Mangifera indica എന്ന് പറഞ്ഞു. ഇതുപോലെ മറ്റൊരു സംഭവമുണ്ട്, മറ്റൊരു സ്പീഷീസ് ഉണ്ട്, Mangifera അൽഫോൺസ മാങ്ങ നമ്മൾ പറയാറുണ്ട്, Mangifera അൽഫോൺസോ. ദാറ്റ് മീൻസ് Mangifera മാംഗോ എന്നൊരു സ്പീഷീസ്, മാംഗോ എന്നൊരു ജീനസ്. ഈ ജീനസിനകത്ത് ഒരുപാട് സ്പീഷീസ് ഉണ്ട്. ഇൻഡിക്ക എന്ന് പറയുമ്പോൾ അത് ലൈക്ക് ഇന്ത്യൻ വെറൈറ്റിയാണ്. അൽഫോൺസോ എന്ന് പറയുമ്പോൾ അൽഫോൺസ മാംഗോ വെറൈറ്റി, നമ്മൾ കേട്ടിട്ടുണ്ട് അൽഫോൺസോ മാംഗോ വെറൈറ്റി. സോ അവിടെ എന്ത് പറ്റുന്നു, സെയിം ജീനസ് ബട്ട് ഡിഫറെൻറ്റ് സ്പീഷീസ്. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. ക്ലാസിഫിക്കേഷൻ ഇസ് കമ്മിങ് ഇൻ ദിസ് ചാപ്റ്റർ ഇറ്റ് സെൽഫ്. സോ ഐ ടീച്ച് യു ടുഡേ ഇറ്റ് സെൽഫ്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ അബൌട്ട് ദിസ് തിങ്. നൗ സംതിങ് ഇസ് ദാറ്റ് യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ ഈസ് എ വെരി തിങ്. ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്തിക്കാറുണ്ട്. ലൈക്ക് ദർ ആർ 4 points in it. ഈ 4 pointsനകത്ത് wait, can you see the screen? ഇത്ര നേരം ഈ ഗ്രീൻ സ്ക്രീനകത്ത് പോയിട്ടുണ്ടായിരുന്നു. I didn't notice that. I'm sorry.
Okay, I'll try my best to keep it in this way. Okay, ഈ ഒരു രീതിക്ക് എത്തിക്കാൻ നോക്കുക. ലൈക്ക് സം സ്മോൾ ടെക്നിക്കൽ ഇഷ്യൂസ്, ആ ഗ്രീൻ സ്ക്രീൻ പോയിട്ടില്ല ഇവിടെ. ഓക്കെ, ആർക്കെങ്കിലും ചാറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? Okay, I'll try my best then. Okay, then other universal rules of nomenclature. So first rule is that there would be, yes, we can see, all right, okay. There's a lag in it, so that's why I'm just waiting for your reply. Okay, so എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം ചോദിച്ചോളൂ. ഓക്കെ, ചാറ്റ് ബോക്സിനകത്ത് ഈസിയായി നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ഓൾ റൈറ്റ്. സോ the universal rules of nomenclature as follows. So biological names are generally in Latin. Biological names are generally in Latin and written in italics. You know italic writing, right? Italic writing എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെരിഞ്ഞൊരു എഴുത്ത് അല്ല, നമുക്കറിയാം ഇറ്റാലിക്സ് എന്ന് പറയുമ്പോൾ ഒരു ചെരിഞ്ഞെഴുത്ത്. നമ്മളിതിൽ പ്രിൻറ്റ് ചെയ്ത രീതി നോക്കി മനസ്സിലാകും. ദിസ് മാൻജിഫറ ഇൻഡിക്ക ഹിയർ, മാൻജിഫറ ഇൻഡിക്ക റിട്ടൺ ഹിയർ, ഇറ്റ്സ് ഇൻ അത് ലൈക്ക് ഒരു സ്ട്രേറ്റ് അല്ല, അതിന് തൊട്ട് മുമ്പ് റിട്ടൺ ആസ് എന്ന് എഴുതിയ ഫോണ്ടിലല്ല മാൻജിഫറ ഇൻഡിക്ക എന്ന് എഴുതിയിട്ടുള്ളത്. Why? Because that's the way you have to write in italics. Scientific names should be like Latinized and written in italics. Latin ഭാഷ, നമ്മൾ എന്തുകൊണ്ട് ലാറ്റിൻ ഭാഷ ചൂസ് ചെയ്തു? ബിക്കോസ് ലാറ്റിൻ ഇസ് നോട്ട് എ മദർ ടങ് ടു എനിവൺ. ലൈക്ക് ലാറ്റിൻ ഭാഷ സംസാരിക്കുന്ന എണ്ണം ഇറ്റ്സ് നോട്ട് പ്രോമിനൻറ്റ്, അതായത് തീരെ ഇല്ല. ലാറ്റിൻ ഭാഷ ആരും സംസാരിക്കാറില്ല. ലൈക്ക് ലാറ്റിൻ അമേരിക്ക എന്ന് പറയാറുണ്ട്, ബട്ട് അവിടെ ഫുൾ സ്പാനിഷാണ് സംസാരിക്കാറ്. സോ ലാറ്റിൻ എന്നൊരു ഭാഷ അത്ര പ്രോമിനൻ്റ് അല്ല, യൂസ് അല്ല. സോ ലാറ്റിൻ ഭാഷ നമ്മളെടുത്തു. ഇനി ഇത് എഴുതുമ്പോൾ ലൈക്ക് പ്രിൻറ്റ് ടൈപ്സ് ആകുമ്പോൾ ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ഓക്കെ, ഇറ്റാലിക് ഫോൺസിൽ മാത്രമേ അത് പ്രിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് വേ യു ഹാവ് ടു ലൈക്ക് യു ക്യാൻ സേ ഇറ്റ്സ് വെദർ ഇഫ് ഇറ്റ്സ് എ സയൻറ്റിഫിക് നെയിം ഓർ നോട്ട്. ഓക്കെ, ദേ ആർ ലാറ്റിനൈസ്ഡ് ഓർ ഡിറൈവ് ഫ്രം ലാറ്റിൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഒറിജിൻ. നമ്മൾ പറയാം ലൈക്ക് ആന ഇവിടെ നാട്ടിലാണ്, ലൈക്ക് സപ്പോസ് ഇഫ് ഇറ്റ്സ് കേരളത്തിലാണ് കണ്ടുപിടിച്ചത്, അങ്ങനെയാണെങ്കിൽ അതിനെ ആന എന്ന് എല്ലാവരും വിളിക്കില്ല. ലൈക്ക് അതിൻ്റെ ലാറ്റിൻ നെയിം എടുത്തിട്ട് ആ ലാറ്റിൻ സംഭവം എടുത്തിട്ട് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് തിങ്, ദ നെയിം ഷുഡ് ബി ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, second point, the first word is in a biological name represents the genus, while the second component denotes a specific epithet. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് നെയിംസ് ഉണ്ടാവും ബൈനോമിയൽ നോമൻക്ലേച്ചർ. Binomial nomenclature, first one is the generic epithet and second one is the specific epithet. അങ്ങനെ രണ്ട് നെയിംസ് ഉണ്ടാവും. That's why we call it as a binomial nomenclature. So third one, both the words in a biological name when handwritten are separately underlined or printed in italics to indicate the Latin origin. നമ്മൾ എഴുതുമ്പോൾ ജനറിക് നെയിമും സ്പെസിഫിക് നെയിമും ഒരുമിച്ച് എഴുതാൻ പാടില്ല. there should be a space in between. ആൻഡ് നമ്മളറിയാം, നമ്മൾ എഴുതുമ്പോൾ ഇറ്റാലിക്സ് എങ്ങനെ നമ്മൾ ആപ്ലിക്കബിൾ ആകും? ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ്, റൈറ്റ്? സോ എന്ത് ചെയ്യണം? വി ജസ്റ്റ് സെപ്പറേറ്റ്ലി നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആക്കി എഴുതും ആൻഡ് വി ഷുഡ് അണ്ടർലൈൻ ബോത്ത് ഓഫ് ദം സെപ്പറേറ്റ്ലി. ഓക്കെ, മാൻജിഫറ എന്ന് എഴുതും, അണ്ടർലൈൻ ചെയ്യും. ഇൻഡിക്ക എന്ന് എഴുതും, അണ്ടർലൈൻ ചെയ്യും. Okay, that's how we write the scientific name. Like printing ആണെങ്കിൽ directly italics ആക്കുക, underline ഒക്കെ ആവശ്യമില്ല. But if you're writing, you have to underline both of them. Next, the first word denoting genus name starts with a capital letter. Here it starts with a capital letter and specific epithet starts with a small letter. മനസ്സിലായോ? Binomial nomenclature, first word genus name ഉണ്ട്, species name ഉണ്ട്. genus name should start with a capital letter. species name should start with a small letter. Mangifera indica നമ്മൾ എഴുതി. Mangifera indicaയിൽ M it should be capital and indicate I it should be small letter. So Mangifera indica M would be capital and I would be the small letter. So Mangifera indica നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെ നോക്കണം? ഇവിടെ നമ്മൾ 4 റൂൾസ് പറഞ്ഞു. ഈ 4 റൂൾസ് അതുപോലെ നമ്മൾ പഠിക്കുന്നു. ഓക്കെ, അതുപോലെ നമ്മൾ പഠിക്കുന്നു. ഫസ്റ്റ് റൂൾ എന്താ? there should be the first rule is എന്താണെന്ന് വെച്ചാൽ the scientific name should be in Latinized and there should be printed in italics. Okay, Latin ഭാഷ ആയിരിക്കണം, it should be printed in italics and there should be second point എന്ന് വെച്ചാൽ like there should be two components in the name. There should be a generic name and a specific name. That's how you create a binomial nomenclature. That's the second point. Now third point നമ്മൾ എന്താ പറഞ്ഞത്? Like what if you are writing the point?
റൈറ്റിംഗ് നമ്മൾ എന്താ സയൻറ്റിഫിക് നെയിം എഴുതുകയാണ്. സയൻറ്റിഫിക് നെയിം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, both of the names, generic name and specific name, should have a space in between. The space in between should be there, and there should be separately underlined if handwritten, or it should be printed in italics if printed. ഓക്കെ, സോ അതാണ് തേർഡ് പോയിന്റ്, ഹാൻഡ് റിട്ടൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. ഫോർത്ത് പോയിന്റ് എന്താണെന്ന് പറയൂ. Fourth point is that, like suppose the generic name and specific name is that the first letter of the generic name should be capitalized. Second letter, like the first letter of the second name, that means the first letter of the species name should be in small letter. Mangifera indica എന്ന് ഞാൻ പറഞ്ഞു. Mangifera indicaയിൽ capital M should be there and small I should be there. ഞാൻ എഴുതുകയാണെങ്കിൽ there should be a space in between and should be separately underlined. ഞാൻ print ചെയ്യുകയാണെങ്കിൽ there should be space in between and should be printed in italics. And this Mangifera indica, these are Latin words and should be Latinized. ഇത്രയേ ഉള്ളൂ എന്ത്, ലൈക്ക് ദ ബൈനോമിയൽ നോമെൻക്ലേച്ചറിൻ്റെ റൂൾസ്. ഈ 4 പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മക്കളെ ഷുവറായിട്ടും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഒരു വട്ടമല്ല ഒന്നിലേറെ വട്ടം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമെൻക്ലേച്ചർ പ്രപ്പോസ്ഡ് ബൈ കരോലസ് ലിനിയസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾ പറയേണ്ടത് എന്താ, ഈ 4 പോയിന്റ്സ് മണി പോലെ ഉത്തരം പറഞ്ഞില്ല നിങ്ങൾ, യെസ് പറയും, എന്തായാലും ഷുവറായി പറയും. ഓക്കെ, സോ ദിസ് ഇസ് ദ തിങ്. നൗ ഇതാണ് നമ്മൾ ഇത്ര നേരം ഇത് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, നെയിം ഓഫ് ദ ഓതർ അപ്പിയേഴ്സ് ആഫ്റ്റർ ദ സ്പെസിഫിക് എപ്പിത്തറ്റ്. സ്പെസിഫിക് എപ്പിത്തറ്റിന് ശേഷം നമ്മൾ നെയിം ഓഫ് ദ ഓതർ കാണിക്കാറുണ്ട്. നമ്മൾ ഇത്ര നേരം മാഞ്ചിഫ്ര ഇൻഡിക്ക എന്ന് മാത്രം പറഞ്ഞു. ഇനി അതിൻ്റെ കൂടെ നെയിം ഓഫ് ദ ഓതർ നമ്മൾ ഒരൊറ്റ പേര് മാത്രം പഠിച്ചാൽ മതി. മാഞ്ചിഫ്ര, നമ്മൾ ആരാ മാഞ്ചിഫ്ര ഇൻഡിക്ക എന്ന് പറഞ്ഞു, അത് കണ്ടുപിടിച്ചാരാ, ലിൻ, നമ്മുടെ സ്വന്തം ലിന്നേഴ്സ്. സോ എന്ത് ചെയ്യുന്നു, മാഞ്ചിഫ്ര ഇൻഡിക്ക ലിൻ. കണ്ടില്ലേ, ഈ ലിൻ ഇസ് നോട്ട് ഇറ്റാലിയനൈസ്ഡ്. ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്, ബട്ട് ഇറ്റാലിക്സിലല്ല പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കറിയാം നമ്മൾ ഏതായാലും അയാൾ ഇത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതൊക്കെ അല്ലേ. സോ ഒരു ക്രെഡിറ്റ് പോലെ നമ്മുടെ പേര് കൊടുത്തു, മാഞ്ചിഫറ ഇൻഡിക്ക, ലൈക്ക് ലാസ്റ്റ് ലിന്. ഇപ്പോൾ ലൈക്ക് സപ്പോസ് ഹിയർ റഷ ഉബൈദ്, റഷ ഒരു പ്രത്യേക ഒരു സാധനം കണ്ടുപിടിച്ചു. ഓക്കെ, ലൈക്ക് ഫെലിസിൻ്റെ പുതിയൊരു ഇൻഡിക്ക വേർഷൻ കണ്ടുപിടിച്ചു. ലൈക്ക് ഷീൽ നെയിം ഇറ്റ് ലൈക്ക് ഫെലിസ് ഇൻഡിക്ക റഷ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. ഓക്കെ, ലൈക്ക് ദ നെയിം ഓഫ് ദ ഓതർ വുഡ് ബി റിട്ടൺ ദ ലാസ്റ്റ്. ജസ്റ്റ് സിമ്പിൾ സെയിങ്. ഓക്കെ, ഇപ്പോൾ കണ്ടുപിടിക്കാനൊന്നുമില്ല. ഓൾറൈറ്റ്. So, since it's nearly impossible to study all the living organisms, it is necessary to devise some means to make this possible. This process is called classification. അടുത്ത നോക്കൂ, classification definition. It's a very important thing. Classification is the process by which anything is grouped into convenient categories based on some easily observable characters. Classification, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്താ പറയുക, ക്ലാസിഫിക്കേഷൻ ഒരുപാട് കാറ്റഗറീസ് അല്ലെങ്കിൽ ഒരുപാട് ഓർഗാനിസം ഉണ്ട്. ഇതിനെല്ലാം ഒരു കുറച്ച് ക്ലസ്റ്റേഴ്സ് ആയിട്ട് കുറച്ച് ഗ്രൂപ്പ് ചെയ്ത് വെക്കുക. ക്ലാസിഫൈയിങ് അണ്ടർ സം മേജർ ഒബ്ജക്റ്റീവ്സ്. ദിസ് ഇസ് വാട്ട് വി കോൾ ക്ലാസിഫിക്കേഷൻ. Okay, this is what we call a classification. So classification is a process by which anything is grouped into convenient categories based on some easily observable characters. And for example, we easily recognize any group of like, അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. Okay, so just ഇനി ഞാൻ പറയാം. The scientific term for these categories is taxa. Taxa. So what is taxa? Taxa എന്ന് വെച്ചാൽ ഇറ്റ്സ് എനി യൂണിറ്റ്. ഓക്കെ, നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ ഉടനെ പറയും. ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ജസ്റ്റ് ഇനീഷ്യലി ഒരു ടാക്സ എന്ന് പറയും. ടാക്സ ഈസ് ജസ്റ്റ് എനി യൂണിറ്റ്. ഓക്കെ, ഞാൻ പറയാം ഇപ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ, നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റ്സ് വരാൻ പറ്റും. ദർസ് എ കിങ്ഡം ആക്ച്വലി പ്ലാന്റ് എന്ന് വെച്ച്, പ്ലാന്റ് കിങ്ഡത്തിനകത്ത് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. Okay, well, excuse me, please. Please, just a second, okay?